ഗുഡ് മോർണിംഗ്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ ഈ ഒരു സാധനം കൂടി ചേർത്തിട്ട് ഇതുവരെ ആരെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് പറയണേ. 1.5 കപ്പ് റവ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. റവ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു പിടി കാഷ്യൂ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ക്യാരറ്റും അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 1.5 കപ്പ് റവ എടുത്തിട്ടുള്ളത് കൊണ്ട് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തിളപ്പിച്ച് വെജിറ്റബിൾസൊക്കെ പകുതി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത്. തീരെ പുളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ആ ആവിയിലിരുന്ന് ഒന്ന് കുക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് ചിക്കി ഇളക്കി എടുക്കണം. ഇതാ നമ്മുടെ സോഫ്റ്റ് ഉപ്പുമാവ് റെഡി.